ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറീശ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം 4 സ്റ്റെപ്പുകളാണ്. റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 4 സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. നമ്മളെല്ലാവരും തന്നെ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യണം എന്ന് കേൾക്കാറുണ്ട്. പലരും അത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലർ അത് കേൾക്കുമ്പോഴേ ഓടി ഒളിക്കാനാണ് ശ്രമിക്കാറ്. കാരണം അതിനെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന് വേണ്ട സ്റ്റെപ്പുകൾ എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ആദ്യം തന്നെ നമ്മളുടെ എന്തൊക്കെ ഇൻകമാണ് നമുക്കുള്ളത്, അതിന്റെ സോഴ്സ് എന്താണെന്നുള്ളത് നമ്മളൊന്ന് വെരിഫൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ആ റിട്ടയർമെന്റ് ലൈഫിൽ നമുക്ക് വരാൻ പോകുന്ന എക്സ്പെൻസ് എന്തൊക്കെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ റിട്ടയർമെന്റ് ഗോൾസ് എന്തൊക്കെയാണ്, നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇനി ജീവിതത്തിൽ നമുക്ക് നടത്തേണ്ട നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് ഔട്ട്ലൈൻ ചെയ്യുക. അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ, നമുക്ക് ഇതുവരെയുള്ള സേവിങ്സ് കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഒന്ന് നമ്മൾ ശരിക്കും ഒന്ന് അനലൈസ് ചെയ്യണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് കൃത്യമായിട്ട് ചെയ്തിട്ട് വേണം നമ്മൾ റിട്ടയർമെന്റ് ലൈഫ് പ്ലാൻ ചെയ്യാൻ. നമുക്ക് ഇപ്പോൾ എന്ത് ഇൻകം ഉണ്ട്, അതിന്റെ സോഴ്സ് എന്തൊക്കെയാണ്, നമുക്ക് ഭാവിയിൽ വരാൻ പോകുന്ന എക്സ്പെൻസുകൾ എന്തൊക്കെയാണ്, നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ നിറവേറ്റാനുണ്ട്, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഉള്ള സേവിങ്സ് അത് നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിലേക്ക് എങ്ങനെ അത് നമുക്ക് ഉപകാരപ്പെടും, ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണം നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ് പ്ലാൻ ചെയ്യാൻ. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഒരു റിട്ടയർമെന്റ് ലൈഫ് നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കൂടുതൽ ഗൈഡൻസിന് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത്തരം എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും വാച്ച് ചെയ്യുമ്പോൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.